നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം നമ്മളെ എല്ലാ ആളുകളും SIR ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂരിപ്പിച്ച ഫോമുകൾ നമ്മൾ BLOമാരുടെ കൈവശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ SIR ഫോം നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഒരുപാട് രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഹാജരാക്കാൻ സാധിക്കുന്ന രേഖകൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ വെബ്സൈറ്റിലും മറ്റും അറിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ഫോം പൂരിപ്പിച്ച് നൽകിയ സമയത്ത് നമ്മൾ ആരും പ്രത്യേകിച്ച് രേഖയും നൽകിയിട്ടില്ല. ഇനി SIR നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, SIR ഫോം ഫില്ലപ്പ് ചെയ്ത ആളുകൾ എന്തെല്ലാം രേഖകൾ ഇനി ഹാജരാക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും ഏത് നിമിഷവുമാണെങ്കിലും മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ മാസം തുടക്കത്തിലാണ് നമുക്ക് എല്ലാ ആളുകൾക്കും SIR ഫോം ലഭിച്ചത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ SIR ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ BLO ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യുക. ഏതായാലും തുടക്കത്തിൽ നമ്മൾ എല്ലാ ആളുകളും പറഞ്ഞിരുന്നത് ഒരുപാട് രേഖകൾ ഇതിന് ആവശ്യമായി വരും. ആധാർ കാർഡ് അടക്കമുള്ള നമ്മുടെ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലത്തെ രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഈ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് രേഖയും നമ്മൾ ഹാജരാക്കിയിട്ടില്ല. നമ്മുടെ ആധാർ കാർഡ്, വോട്ടർ ID കാർഡ് മാത്രമാണ് നമ്മൾ BLOക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും SIRൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ല. നമ്മൾ കൊടുത്ത ഈ SIR ഫോം നമ്മുടെ BLO വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ആ അപ്ലോഡ് ചെയ്ത രേഖകൾ അനുസരിച്ച് ഒരു ദിവസങ്ങൾ തന്നെ ഒരു വോട്ടർ പട്ടിക പുറത്തിറങ്ങും. ആ വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പിന്നീട് ഒരു രേഖയും നൽകേണ്ട ആവശ്യമില്ല. അതോടുകൂടി തന്നെ SIRൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ടാകും. നമ്മൾ സ്വന്തം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പേര് നമുക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ 2002 വോട്ടർ പട്ടികയിൽ അവരുടെ പേര് നമുക്ക് നൽകാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കാരണം കാണിക്കാനുള്ള നോട്ടീസ് നൽകും. ആ നോട്ടീസ് നമ്മൾ തീർച്ചയായും നമ്മൾ മറുപടി നൽകേണ്ടി വരും. വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുന്ന ഈ വോട്ടർ പട്ടിക പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വോട്ടർ പട്ടിക പേരില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ പേരില്ലാത്ത ആളുകൾ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ പേരില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് രേഖകൾ നൽകേണ്ടി വരും. അവർ ചോദിക്കുന്ന രേഖകളെല്ലാം നമ്മൾ നൽകേണ്ടി വരും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. മാതാപിതാക്കളുടെ രേഖകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുകയുള്ളൂ. ആ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അറിയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.